വില കുത്തനെ കൂടിയതോടെ രാജ്യത്ത് പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പഞ്ചസാര തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുമതി. ഇളവ് ഒക്ടോബർ 31 വരെ പ്രാബല്യത്തിൽ. പഞ്ചസാര വില 40% കുതിച്ചുയർന്നതോടെയാണ് തീരുമാനം. YS അഭിനന്ദ് ഉണ്ട് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, പഞ്ചസാര വില കുതിക്കുകയാണ്, എങ്ങനെയാണ് ഈ നീക്കങ്ങൾ? കീർത്തന, പഞ്ചസാര വില രാജ്യമെമ്പാടും കുതിച്ചുയരുകയായിരുന്നു. 40% കുതിച്ചുയർന്നത്. ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഒരുപാട് പരാതികൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നൽകിയിരുന്നു. ഒപ്പം തന്നെ വാണിജ്യ മന്ത്രാലയത്തിന് മുന്നിലും ഈ നിവേദനങ്ങളൊക്കെ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പഞ്ചസാര ഇറക്കുമതി അത് തീരുവ ഇല്ലാതെ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. 40% ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നിലവിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച സർക്കുലറിൽ വ്യക്തമാക്കും. പഞ്ചസാരയുടെ വില 60 കടന്നു. സഖാക്കളൊക്കെ പറഞ്ഞു സതീശൻ അണ്ണാക്ക് തള്ളി അത്രയും പഞ്ചസാര എന്ന്. അയാൾ 10-25 വർഷമായിട്ട് പഞ്ചസാര തന്നെ വളരെ ചുരുങ്ങിയ വലിയ കൺട്രോളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്രയും വലിയ പഞ്ചസാര സതീശൻ അണ്ണാക്ക് തള്ളി എന്ന് പറഞ്ഞത്. ഇതെന്താ സംഭവം? ഇപ്പോൾ രാജ്യത്ത് ഇത് നിങ്ങളൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ ഒരു പ്രതിസന്ധി രാജ്യമൊട്ടുക്കെ ഉണ്ടായിട്ടില്ല. ഒരു പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യ ഈ പറയുന്ന പഞ്ചസാര ഇമ്പോർട്ട് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ വിദേശങ്ങളിൽ നിന്ന് പഞ്ചസാര കൊണ്ടുവരാൻ പോവുക. കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ വില കയറുന്ന പരിപാടി ഉണ്ടായിട്ടില്ല. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പം രാജ്യത്ത് പഞ്ചസാര ഇല്ല. എന്തേ പഞ്ചസാര ഇല്ലാതെയാവാനുണ്ടായ കാരണം എന്താ? രാജ്യത്ത് ഈ പറയുന്ന ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ കരിമ്പ് കൃഷി ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല, കരിമ്പ് യഥേഷ്ടം കൃഷി ചെയ്യുന്നുണ്ട്. ഇനി എന്തേ കൃഷി ചെയ്തിട്ട് എന്തെങ്കിലും ഇത് എന്താ പറയേണ്ടത്, മഹാമാരികളോ ദുരന്തങ്ങളോ വെള്ളപ്പൊക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് നശിച്ചു പോയതാണോ? പ്രകൃതി ദുരന്തത്തിൽ നശിച്ചു പോയതാണോ? അതുമല്ല. പിന്നെ എന്താ പ്രശ്നം? ഫാക്ടറികൾ പൂട്ടിപ്പോയോ? ഈ പഞ്ചസാര പ്രൊഡക്ഷൻ യൂണിറ്റുകൾ പൂട്ടിപ്പോയോ? പഞ്ചസാര ഫാക്ടറികൾ പൂട്ടിപ്പോയതാണോ പ്രശ്നം? അതുമല്ല. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതേ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേ അളവിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അളവിൽ ഷുഗർ കെയിൻ കരിമ്പ് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, കൃഷി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ രാജ്യത്തെ എത്തനോൾ നിർമ്മാണമാണ്. ആരാണ് എത്തനോൾ നിർമ്മിക്കുന്നത്? രാജ്യത്തെ ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരിയുടെ കമ്പനി എത്തനോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഈ എത്തനോൾ നിർമ്മാണമാണ് ഇപ്പോൾ ഈ പഞ്ചസാരയുടെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നത്. അതിൽ എത്തനോളിന് വേണ്ടി പഞ്ചസാര ഉപയോഗിക്കുന്നു, എത്തനോളിന് വേണ്ടിയിട്ട് അരി ഉപയോഗിക്കുന്നു, എത്തനോളിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എന്താ പറയേണ്ടത് ഷുഗർ കെയിൻ ഉപയോഗിക്കുന്നു, എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയലാണ് ഈ ഷുഗർ കെയിൻ അല്ലെങ്കിൽ ഷുഗർ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ എത്തനോൾ നിർമ്മാണത്തിലേക്ക് ഇത് പോകുന്നത് കൊണ്ട് രാജ്യത്ത് നിത്യോപയോഗത്തിനുള്ള പഞ്ചസാരയുടെ അവൈലബിലിറ്റി വലിയ തോതിൽ കുറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഇഷ്യൂയിലേക്ക് പോകുമെന്ന് കണ്ട സർക്കാർ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇപ്പോൾ ടാക്സ് ഇല്ലാതെ ഇറക്കുമതി തീരുവയില്ലാതെ പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ്. കാരണം എന്താ? അത് നൽകിയില്ലെങ്കിൽ ഈ പറയുന്ന നിതിൻ ഗഡ്കരിയും കസേരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ആണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം ഇന്ത്യ രാജ്യം ഇങ്ങനെ പഞ്ചസാര ഇറക്കുമതി ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. രാജ്യത്ത് തന്നെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ പോയിരിക്കുന്നു. രാജ്യത്തെ പ്രൊഡക്ഷൻ അതിന് മതിയാകാതെ വരുന്നു. പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒരു ഭാഗത്ത്, പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഷുഗർ അത് എത്തനോളിന് വേണ്ടി ചെലവഴിക്കുന്ന മറ്റൊരു സ്ഥിതിവിശേഷം മറ്റൊരു ഭാഗത്ത്, സാധാരണക്കാരന് ഉപയോഗിക്കാൻ ഷുഗർ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം. അവിടെ നിന്നാണ് ഡിമാൻഡ്, ഷുഗർ ഡിമാൻഡ് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, ഷുഗറിൻ്റെ ഡിമാൻഡ് രാജ്യത്ത് പറയണ്ടല്ലോ. അപ്പോൾ ഷുഗറിൻ്റെ ഡിമാൻഡ് അതേ പീക്ക് ലെവലിൽ നിൽക്കുന്നു, പക്ഷേ സാധനം കിട്ടാനില്ല.
സപ്ലൈ വളരെ കുറവ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. എന്ത്? ഷുഗർ ഇമ്പോർട്ട് ചെയ്യാൻ, അതും ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ലാതെ ഷുഗർ ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. അടുത്ത മാസം ഒക്ടോബർ 31 വരെ അതിനുള്ള സമയവും കൊടുത്തിട്ടുണ്ട്. എന്തേ കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഷുഗറിന് 60 63 എന്നൊക്കെ പറഞ്ഞിട്ട് സഖാക്കള് 10 വർഷം പിണറായി പോയി, ഷുഗർ 63. പിണറായി പോയതിൽ വല്ലാത്ത വിഷമുണ്ട് മറ്റുകൾക്ക്. കഴിഞ്ഞ വർഷം ഈ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷം സ്കൂളിലെ കുട്ടികൾക്ക് 4 കിലോ അരി കൊടുത്തു. ആര്? ശിവൻകുട്ടി. ഇപ്രാവശ്യവും 4 കിലോ തന്നെ തുടരുന്നു. അപ്പോൾ കൈരളിക്കാരൻ 5 കിലോ ഉള്ളത് 4 കിലോ ആക്കി. ആലോചിക്കണോ? ഒരു നുണ പറയുന്നതിന്. ഇവിടെ വേറൊരു കാര്യം തരും, സഖാക്കൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലായിട്ട് ഇതൊന്നും കേരളത്തിലെ ഈ പൊട്ടന്മാരാണ്, ഇതൊന്നും ഇവർ ചിന്തിക്കൂല, അവർ പൊട്ടന്മാരായതുകൊണ്ടാണല്ലോ പിണറായിനെ 10 കൊല്ലം ഭരിക്കാൻ വിട്ടത് എന്നൊക്കെ ചിന്തിച്ചിട്ടാവാം ഒരു പക്ഷേ. എന്ത്? ഈ ഡിജിറ്റൽ യുഗമല്ലേ. ഇപ്പം 2025 ഓഗസ്റ്റ് 20 ഈ അരിയുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടി പങ്കുവെച്ച പോസ്റ്റ് ശിവൻകുട്ടിയുടെ സോഷ്യൽ മീഡിയ പേജിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല, അതേ 2025 ഓഗസ്റ്റിൽ ഇതേ ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണവും ഈ പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കിടപ്പുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പറയാണ് UDF ഗവൺമെൻറ് വന്നു 5 കിലോ ഉള്ളത് 4 കിലോ ആക്കി. ആലോചിക്കണം. അപ്പം നുണ പറയുന്നതിന് ഒരു ഉളുപ്പും മാനും ഇച്ചിരി ഉണ്ടെങ്കിൽ അത് പിന്നെ ഇവറ്റകൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? അതാണല്ലോ ഇവറ്റകളുടെ സ്ഥിതി. ഈ കഴിഞ്ഞ 10 വർഷക്കാലം തിന്നുകൊണ്ടിരുന്നത് എന്താ? അപ്പോൾ അത് തിന്നാൻ ഉളുപ്പില്ലാതിരുന്നവരോട് നുണ പറയാൻ ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ചോദ്യം തന്നെ അത് ശരിയായ ഒരു ചോദ്യമല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ രാജ്യത്തെ സ്ഥിതിവിശേഷം പറയണോ, കേരളത്തിലെ സഖാക്കളുടെ ദുരന്തമായ സഖാക്കളെ കുറിച്ച് പറയണമെന്ന് വെച്ചാൽ വലിയ സങ്കടത്തിലാണ്, ധർമ്മസങ്കടത്തിലാണ്. മനസ്സിലാക്കണം. രാജ്യത്ത് ഒരു ഭാഗത്ത് ഈ എത്തനോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിച്ചതിൻ്റെ പാർശ്വഫലങ്ങൾ, ദുരന്തങ്ങൾ രാജ്യത്തെ സാധാരണക്കാരൻ നേരിട്ട് കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഈ എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം പഞ്ചസാര ഇല്ലാതെ പ്രശ്നവും അതും രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്നു. എന്നിട്ടിപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇപ്പം കേന്ദ്ര സർക്കാർ ഈ പഞ്ചസാരയുടെ ഇമ്പോർട്ട് ഇറക്കുമതി ചെയ്യാൻ അനുമതി കൊടുത്തു എന്ന് പറയുന്നത് രാജ്യത്ത് പ്രൊഡക്ഷൻ ഇല്ലായിട്ടോ കരിമ്പില്ലായിട്ടോ ഫാക്ടറികളില്ലാഞ്ഞിട്ടോ അല്ല. അത് മറ്റൊരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടി ഈ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ കെയിനൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാർക്കറ്റിൽ അല്ലെങ്കിൽ അവൈലബിലിറ്റിയുടെ പ്രശ്നമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ഈ 2024 ശേഷം ആണ് ഈ എത്തനോൾ വലിയ രീതിയിൽ, അതിപ്പോൾ ഈ 20% പോരാ, ഈ എത്തനോൾ 80% മിക്സ് ചെയ്യണം എന്നുള്ളതായിരുന്നു നിതിൻ ഗഡ്കരിയുടെ വാദമെന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി തൻ്റെ മകൻ്റെ ആ ബിസിനസ് അങ്ങനെ പരിപോഷിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും അതിലേക്ക് വേണ്ടി തള്ളി അല്ലേ. അപ്പോൾ എന്തിന് അരി വരെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മധ്യപ്രദേശിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, ബീഹാറിൽ നിന്നൊക്കെ റേഷൻ കടകളിലെ അരി എത്തനോൾ പ്ലാന്റിലേക്ക് മറിക്കുകയായിരുന്നു. റേഷൻ വിതരണം ചെയ്യേണ്ട അരി എത്തനോൾ പ്ലാന്റിലേക്ക്. എന്തിനാ? എത്തനോൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ എത്തനോൾ നിർമ്മാണം ഏതൊക്കെ രീതിയിലാണ് രാജ്യത്തെ ജനങ്ങളെ ബാധിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. എത്തനോൾ നിർമ്മിച്ചിട്ട് ഇത് വേറൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പം നമ്മളെ നാട്ടിൽ ഒരു പ്രൊഡക്റ്റ് വന്നെന്ന് പറയുക, ഒരു പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു എന്ന് കരുതുക. അത് ലോഞ്ച് ചെയ്താൽ അത് വാങ്ങണോ വാങ്ങണ്ടയോ എന്നുള്ളത് ജനങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേണോ വേണ്ടയോ നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണമെങ്കിൽ വാങ്ങാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ എത്തനോളിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നോ? അല്ല. എത്തനോളിൻ്റെ കാര്യത്തിൽ
നിതിൻ ഗഡ്കരിയുടെ മകൻ ഉണ്ടാക്കുന്നു, രാജ്യം നിർബന്ധമായിട്ടും രാജ്യത്തെ ജനങ്ങൾ അത് ഉപയോഗിക്കണം, നിങ്ങളത് വില കൊടുത്ത് വാങ്ങണം. അതും ഏത് റേറ്റിൽ? അതും ഈ പറയുന്ന പെട്രോളിനേക്കാൾ എത്രയോ വില കുറഞ്ഞാണ് ഈ എഥനോളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ വാങ്ങുന്നതോ പെട്രോൾ വാങ്ങുന്ന അതേ റേറ്റിൽ അല്ലേ? പെട്രോൾ വാങ്ങുന്ന അതേ റേറ്റിൽ നമ്മൾ എത്തനോൾ വാങ്ങണം എന്ന് പറഞ്ഞാൽ ഡബിൾ പ്രൈസിന് എത്തനോൾ വാങ്ങണം. അത് വാങ്ങാതിരിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിലില്ല. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, മകനൊരു കമ്പനി ഉണ്ടാക്കുന്നു, അധികാരം ഉപയോഗിച്ച് അത് ജനങ്ങളെ കൊണ്ട് നിർബന്ധമായിട്ടും വാങ്ങിപ്പിക്കുന്നു. അത് വാങ്ങിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? പെട്രോൾ ഇല്ല. പെട്രോൾ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? വാഹനം ഓടൂല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സമയത്ത് നിതിൻ ഗഡ്കരി ഡീസൽ വാഹനങ്ങൾ ഉപേക്ഷിക്കൂ എന്നുള്ളതായിരുന്നു നിതിൻ ഗഡ്കരിയുടെ ക്യാമ്പയിൻ. ഡീസൽ വാഹനങ്ങൾ രാജ്യത്തെ വലിയ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് അത് ഉപേക്ഷിക്കൂ. അപ്പോൾ ഡീസൽ വാഹനങ്ങൾ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞത് എന്തിനാ? എല്ലാവരും പെട്രോളിലേക്ക് മാറാൻ. പെട്രോളിൽ അതിനുവേണ്ടി പല നിയമങ്ങളും ഉണ്ടാക്കി. ഇപ്പോൾ ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ എന്തുണ്ടാക്കി? ഡീസൽ വാഹനങ്ങൾക്ക് വിലക്ക് വരെ ഏർപ്പെടുത്തി, ഡീസൽ വാഹനങ്ങളുടെ കാലാവധി വരെ പരിമിതപ്പെടുത്തി. അപ്പോൾ എല്ലാവരും പെട്രോളിലേക്ക് മാറി. പെട്രോളിലേക്ക് മാറിയപ്പോൾ എന്താക്കി? E20 ഇറക്കി. E20 മാത്രമേ അവൈലബിൾ ഉള്ളൂ രാജ്യത്ത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് നോക്കണം നിങ്ങൾ. ജനങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞൂറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് എത്തനോൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാക്കുന്നു, മറ്റൊരു ഭാഗത്ത് എത്തനോൾ നിർമ്മാണം കാരണം പഞ്ചസാര എന്ന് പറയുന്ന ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഏത് വീട്ടിൽ, ഏത് ഹോട്ടലിൽ, ഏത് സ്ഥാപനത്തിൽ എങ്ങനെയാണ് പഞ്ചസാര ഒഴിവാക്കാൻ പറ്റുന്നത്? അപ്പോൾ ആ പഞ്ചസാരയുടെ വില പകുതിയിലേറെ വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരൊറ്റ നീക്കം കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളാണ്. അപ്പോൾ ജനങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞൂറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്നും അറിയാത്ത കുറേ കൃമികീടൻ സഖാക്കൾ സതീശൻ പഞ്ചസാര ഫുള്ള് അണ്ണാക്ക് തള്ളി എന്നാണ് പറയുന്നത്. സതീശൻ പഞ്ചസാര മൊത്തം അണ്ണാക്ക് തള്ളി. എന്നാൽ പിന്നെ സതീശൻ തള്ളിയത് കൊണ്ടാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ കേരളമല്ലാത്ത ബാക്കിയുള്ളിടത്ത് ഈ പഞ്ചസാരൻ്റെ വിഷയം എന്താ? കേരളമല്ലാത്ത ബാക്കിയെടുത്ത് പഞ്ചസാര അവിടെ ഇത് തന്നെ സമാനമായ. അപ്പോൾ സതീശൻ തള്ളിയത് കൊണ്ടാണത്. അല്ലെങ്കിൽ UDF പിണറായി വിജയൻ മാറിയിട്ട് UDF ഗവൺമെൻറ്, പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നേ, അല്ലാതെ രാജ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നില്ല. അപ്പോൾ സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല. അല്ലെങ്കിൽ സതീശൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിയല്ല, വെറും കേരളത്തിൻ്റെ മാത്രം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിലും ഇതേ സമാനമായ രീതി, സമാനമായ സ്ഥിതിവിശേഷം. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന എത്തനോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ പ്രതിസന്ധിയാണ്. അതുപോലും മനസ്സിലാക്കാൻ ഈ പറയുന്ന സഖാക്കൾക്ക് ഇനി മനസ്സിലായാലോ എല്ലാം സതീശൻ്റെ തലയിൽ അങ്ങോട്ട് കെട്ടി വെച്ചു കൊടുക്കുക, എന്നാലപ്പോൾ ഒരു സമാധാനമുള്ളൂ. കാരണം എന്താ? അധികാരം പോയിട്ട് ആകെ എരിപിരി സഞ്ചാരം കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇതും കൂടി സതീശൻ്റെ തലയിൽ കെട്ടിവെച്ചാൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും. ഏതുപോലെ ശിവൻകുട്ടി കൊടുത്ത 4 കിലോ UDF ഗവൺമെൻറ് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയാണ്, ഇല്ല ശിവൻകുട്ടി അന്ന് 5 കൊടുത്തേ, ഉളുപ്പുണ്ടടാ നിങ്ങൾക്ക്.